ഒരാൾ കോട്ടുവായി ഇടുന്നത് കണ്ട നമ്മളും കോട്ടുവായി ഇടാറുണ്ട്. നമ്മുടെ മൊബൈലിൽ നമുക്കറിയാത്ത ആരോ ഒരാൾ വേദനിക്കുന്ന ഒരു വീഡിയോ കണ്ട നമുക്കും വേദനിക്കും. നമ്മളിരുന്ന് കരയാറുണ്ട്. ഒരാൾ ചിരിക്കുന്നത് കണ്ട നമ്മളും ചിരിക്കാറുണ്ട്. ഇതാണ് മിറർ ന്യൂറോൺ. നമ്മുടെ തലച്ചോറിലെ ഈ വിരുദ്ധനാണ് നമ്മളെക്കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് പോലെ തലച്ചോറിനെ തോന്നിപ്പിക്കുന്ന കോശങ്ങൾ. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ മുതിർന്നവരെ അനുകരിക്കുന്നത്? ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മ നാളികേരം അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ അമ്മയുടെ പിന്നിൽ ചെന്ന് നിന്നിട്ട് അമ്മ അരയ്ക്കുന്നത് പോലുള്ള ആക്ഷൻ കാണിക്കും. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഓടിപ്പിച്ച് വിടാറുണ്ട്. സിനിമയിലൊക്കെ കരയുന്ന സിറ്റുവേഷൻസ് കാണുമ്പോൾ നമ്മളും കൂടെ കരയാറില്ലേ? ഇതെല്ലാം മിറർ ന്യൂറോണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോട്, അതായത് മനുഷ്യരായാലും ശരി മിണ്ടാപ്രാണികളായാലും ശരി, കാരുണ്യവും ദയവും സ്നേഹവും ഒക്കെ തോന്നാൻ നമ്മളെ സഹായിക്കുന്നത് ഈ മിറർ ന്യൂറോണുകളാണ്. നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൺഫ്യൂഷനാക്കും. പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഒരാൾക്കറിയാം. എന്നാലും അയാൾ സ്മോക്ക് ചെയ്യും. ഭയങ്കര സ്ട്രെസ്സാണ്, അതാണ് സ്മോക്ക് ചെയ്തത്. അയാൾ പറയണ ന്യായീകരണം അതായിരിക്കും. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ജങ്ക് ഫുഡ് കഴിക്കില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ ഒരവസരം കിട്ടിയാൽ കഴിക്കും. ഒരു ദിവസം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്നായിരിക്കും സ്വയം പറയണത്. ഒരു കടയിൽ നിന്ന് വിചാരിച്ചാൽ കൂടുതൽ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കും. ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ വില ഇത്തിരി കൂടിയാൽ എന്താ, സാധനം നല്ലതല്ലേ എന്ന് സ്വയം സമാധാനിക്കും. ഇതാണ് മാനസിക വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ന്യായീകരിച്ചാലും മറ്റേ സൈഡിൽ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും. നമ്മുടെ അറിവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ചെയ്യുന്ന തെറ്റിനെ സ്വയം ന്യായീകരിക്കാൻ തുടങ്ങുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ താൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും എന്ന ഒരാളുടെ വിശ്വാസം. ഇപ്പോൾ ലോട്ടറി എടുക്കാനായിട്ട് ചെല്ലാണ് ലോട്ടറി വിൽക്കുന്ന ആളുടെ അടുത്തേക്ക്. അയാൾ തരുന്ന ടിക്കറ്റ് നമ്മൾ വാങ്ങില്ല. അയാളുടെ കയ്യിലുള്ള ടിക്കറ്റിൻ്റെ നമ്പർ നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടിക്കറ്റിന് സമ്മാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന വിശ്വാസം. അതുപോലെ തന്നെ ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ ഇതുപോലുള്ള ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഡൈസ് ഇടുമ്പോൾ ഡൈസിൽ നമുക്ക് 6 വേണ്ടതെങ്കിൽ ഡൈസ് നമ്മൾ കുറച്ച് നീട്ടിയിട്ടായിരിക്കും ഇടുന്നത്. ഇതേ സ്ഥാനത്ത് 1 വേണ്ടതെങ്കിലോ നമ്മളത് പതുക്കെ ആയിരിക്കും ഇടുക. ഡൈസ് നീട്ടിയിട്ടാൽ വലിയ സംഖ്യ വീഴും, അല്ലെങ്കിൽ പതുക്കെ ഇട്ടാൽ ചെറിയ സംഖ്യ ആയിരിക്കും വീഴുന്നത് എന്ന ഒരു മിഥ്യാധാരണ. ഇതാണ് ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. തനിക്ക് ചുറ്റുമുള്ള പലതിനെയും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന തെറ്റായ വിശ്വാസം. ഷർട്ട് എടുക്കാൻ കടയിലേക്ക് ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഷർട്ടിൻ്റെ റേറ്റ് 2000 രൂപ. ഭഗവാനെ, 2000 രൂപയാണ്. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സെയിൽസ്മാൻ വന്ന് പറയണത്, ഇതിനിപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ, 1200 ഉള്ളൂ എന്ന്. നമ്മൾ ഭയങ്കര ഹാപ്പി. 2000 രൂപ ഷർട്ട് 1200 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ലാഭമാണല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്, ആ ഷർട്ടിന് ശരിക്കും 800 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ കടക്കാരൻ അയാളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഓഫർ പ്രൈസോ ആദ്യം പറയുന്ന പ്രൈസോ അല്ല നോക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന വിലയുടെ മൂല്യം വാങ്ങുന്ന വസ്തുവിന് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വഴി കൂടെ അങ്ങനെ നടന്നു പോവാണ്. പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു. നമ്മൾ പേടിച്ച് പിന്നിലേക്ക് മാറും. പാമ്പിനെ കാണുമ്പോൾ ഇതേതാ പാമ്പ്, ഇത് കടിക്കുമോ, ഇതിന് വിഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ പേടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ വികാരങ്ങൾ ചിന്തയേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കും. കാരണമില്ലാതെ തന്നെ ചില ആളുകളോട് ഇഷ്ടം തോന്നാറുണ്ട്, ഇഷ്ടക്കേടും തോന്നാറുണ്ട്. ആ ഇഷ്ടത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇഷ്ടം എന്ന വികാരം അവിടെ എത്തിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ
നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സ് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും. വികാരങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പ്രതികരണം. ഡ്രസ്സ് അഴുക്കാക്കിയതിന് ഒരു കുട്ടീനെ അതിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. ഇത് കാണുന്ന നമ്മൾ വിചാരിക്കുന്നത്, എന്ത് സ്ത്രീയാ അവർ, എന്തെങ്ങനെ മനസാക്ഷിയില്ലാണ്ട് എന്തൊട്ടൊക്കെ വിളിച്ചു പറയണത്, ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിയല്ലേ, ഡ്രസ്സിൽ തഴുക്ക് കഴുകി കളഞ്ഞാൽ പോവില്ലേ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കണത്. പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലത്തെ കുട്ടി അതുപോലെ അഴുക്കാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ കുട്ടീനെ വഴക്ക് പറയും. ഇവിടെ ആ കുട്ടിയുടെ അമ്മയെ അവരുടെ പെരുമാറ്റം വെച്ച് ജഡ്ജ് ചെയ്തപ്പോൾ അതേ തെറ്റ് ചെയ്ത നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോണത് കാണുമ്പോൾ ഇവനെന്താ വല്ല വായുഗുളിക വാനിക്കാനാണോ പോണത് എന്നായിരിക്കും ആദ്യം പറയണത്. പക്ഷേ ഇത് തന്നെ നമ്മൾ ചെയ്താലോ, ബസ് മിസ്സാവും, ഫംഗ്ഷന് ലേറ്റായി, ഇങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ന്യായീകരണങ്ങളുണ്ടാവും. മറ്റുള്ളവരെ അവരുടെ ബിഹേവിയർ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ അതേ തെറ്റ് ചെയ്യുന്ന നമ്മളെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ വിധിക്കുന്നതിന് മുൻപ് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരണത് കൈവേദനയോ കാലുവേദനയോ തലവേദനയോ ഒക്കെ ആയിരിക്കും. സൈക്കോളജിയിൽ 2 തരം വേദനകളെ കുറിച്ചാണ് പറയണത്. ഒന്ന് ബോഡി പെയിൻ, അത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വേദന. 2 സോഷ്യൽ പെയിൻ, ഏകാന്തത, ഒറ്റപ്പെടൽ, മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ആവുക, ഇങ്ങനെ മാനസികമായി അനുഭവിക്കുന്ന വേദനയാണ് സോഷ്യൽ പെയിൻ. ഈ 2 വേദനകളും കൈകാര്യം ചെയ്യണത് തലച്ചോറിൻ്റെ ഒരേ ഭാഗം തന്നെയാണ്. നമ്മളൊരാൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് മാത്രമല്ല നമ്മൾ വേദനിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നെഞ്ചിനകത്ത് ഒരു ഭാരം അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു വേദന മാതിരി തോന്നാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ ഹൃദയം തകർന്നു എന്നൊക്കെ. ശരീരത്തിൻ്റെ വേദന കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷേ സോഷ്യൽ പെയിൻ, മാനസികമായി നമ്മൾ അനുഭവിക്കേണ്ടി വന്ന വേദന, എത്ര കാലം കഴിഞ്ഞാലും ഓർത്തെടുക്കുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും. അടുത്ത് നടന്ന സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ ദിവസം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പഴയ പാട്ടുകൾ, കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, ഇതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. 10നും 30 വയസ്സിനും ഇടയിലുള്ള ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ ഒരു മുദ്ര പോലെ പതിഞ്ഞു കിടക്കും. ഇതാണ് റെമിനിസൻസ് ബം. കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, ആദ്യത്തെ പ്രണയം, ഇതൊന്നും മറക്കാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന കാലഘട്ടം. ഹെഡ്സെറ്റ് വെച്ച് പഴയ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ പാട്ടുകൾ നമുക്ക് ഏറ്റവും മനോഹരമായ ഓർമ്മകളിലേക്കുള്ള താക്കോലാണ്. പകൽ സ്വപ്നം കാണുന്നവരെ ഇനി കളിയാക്കാൻ പറ്റില്ല. കാരണം പകൽ സ്വപ്നം കാണുന്നവർക്ക് ഉയർന്ന വർക്കിംഗ് മെമ്മറി ഉണ്ട് എന്നാണ് പറയണത്. പകൽ സ്വപ്നം കാണുന്നവരുടെ തലച്ചോറ് പല വഴികളിലൂടെ സഞ്ചരിക്കും. പല അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പുതിയ കാര്യങ്ങൾ ഭാവനയിൽ വിരിയിച്ചെടുക്കാനും അവർക്ക് കഴിയും. ഐൻസ്റ്റീനും ന്യൂട്ടനും ഒക്കെ ഇതുപോലെ വലിയ പകൽ സ്വപ്നക്കാരായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് സമയം മാറ്റിവെക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ മനഃശാസ്ത്രപരമായി ഇത് സത്യമാണ്. ഉടമസ്ഥൻ്റെ സ്വഭാവവും അവർ വളർത്തുന്ന നായയുടെ ഇനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കാരണം നമ്മുടെ സ്വഭാവത്തിന് സമാന പെരുമാറ്റമുള്ള ജീവികളെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. നമ്മുടെ ഇമോഷൻസിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നായകൾക്ക് കഴിയും. ഉടമസ്ഥന് സ്ട്രെസ് ഉണ്ടെങ്കിൽ നായയുടെ ശരീരത്തിലെ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ കൂടുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നായ എന്ന് പറയുന്നത് വെറുമൊരു പെറ്റല്ല, ഉടമസ്ഥൻ്റെ ഇമോഷണൽ മിററാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 12 സൈക്കോളജി ഫാക്റ്റിൽ ഇത് ഞാനും അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിടാൻ മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.